ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന അപ്പം പുട്ട് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റായി ഇങ്ങനൊരു വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ഇങ്ങനത്തെ റെസിപ്പീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ. കുതിർത്തിട്ട് അതിൽ വെള്ളം മാറ്റിയെടുത്തതാണ്. ഇത് 250 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1 കപ്പ് അവിലിട്ട് കൊടുക്കാം. ഇത് 250 ml കപ്പാണ്. അതിൽ 1 കപ്പ് അവിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് വെള്ള അവിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്ന അവിലും എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിന് വ്യത്യാസം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കളറിലുള്ള അവിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ അതിങ്ങനെ ചെറുകി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു ചുമന്ന മുരി പോലുള്ളൊരു സാധനമില്ലേ, അത് വരാതെ നോക്കണേ. അത് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ആ കളറിനൊരു വ്യത്യാസം വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചത്. കാരണം ഞാനിവിടെ വാങ്ങിക്കുന്ന തേങ്ങയാണ് ചെറുകിയത്. അതിനകത്ത് നിറച്ച് അങ്ങനത്തെ മുരി പോലത്തെ സാധനം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രഷ് കോക്കനട്ട് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴും ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇത് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ടീസ്പൂണാണ് 1/4 ടീസ്പൂണാണ് ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വലിയ മിക്സിയൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം എത്ര അളവ് വേണ്ടി വരും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഇപ്പോൾ തൽക്കാലം നമുക്കിതൊരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. ഇനി എന്നിട്ട് നമ്മൾ നാളെ ഇത് ഫെർമെൻ്റ് ആയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുകയും ആ സമയത്ത് ആ ബാറ്റർ കുറച്ചും കൂടി ലൂസായിട്ട് വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമല്ലേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടെ ഒരു 1/2 കപ്പും കൂടി ചേർക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. 2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അവിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും നാളേക്ക് ഇത് ഫെർമെൻ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് വരും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ചേർക്കുമ്പോഴും ഇത് കുറച്ച് ലൂസായിട്ട് വരും. അപ്പോൾ കാലത്ത് നമുക്കിത് ഫെർമെൻ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പം തൽക്കാലം ഇത് നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതാണ് ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഈ ഒരു അയവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനല്ലേ. അപ്പോൾ നാളെ കാലത്ത് ഇനി ഇത് നോക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണെന്ന്. നമ്മളുടെ ഇപ്പം അരച്ച് വെച്ച മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഞ്ചസാര ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ അരച്ച് വെച്ചിട്ടുള്ള കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ അവിലൊക്കെ ചേർത്ത് അരച്ചെടുത്തപ്പോൾ ഒരല്പം കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിലേക്ക് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കപ്പോൾ ചുട്ടെടുക്കാം.
ഇതാ അപ്പം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഈ പണിയാരമൊക്കെ ഉണ്ടാക്കുന്ന പാൻ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം എണ്ണ ഇങ്ങനെ ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാ നമ്മളപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഈ ബാറ്റർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചുട്ടെടുക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് കിട്ടുന്നത് ചെയ്യും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചേക്കാം കേട്ടോ, പഞ്ചസാരയൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ആ കുഴിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാനപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിലേക്ക് ഒരു ചെറിയ സ്റ്റീലിൻ്റെ കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് പൊന്തി വരും ഒരുപാട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കപ്പിലൊക്കെ വെച്ച് ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴുമല്ലോ നമ്മൾ സ്പൂണിലൊക്കെ ഒഴിക്കുമ്പോൾ, അങ്ങനെ വീഴുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇതൊരു എളുപ്പ വഴിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ എന്നിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീ വളരെ കുറവിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ഇതാ ഇതുപോലെ ഇരിക്കും അടിവശം. അതും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, മറ്റേ വശം കൂടി ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ടാവും കേട്ടോ, നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. കണ്ടോ, ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോൺ വെജ് ഐറ്റംസിൻ്റെ കൂടെ അതുപോലെ എഗ് കറി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, ആ ചുമന്ന കളറിലുള്ള ചമ്മന്തി, അതിൻ്റെ കൂടെയാണ് കേട്ടോ ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, അതുപോലെ വെജിറ്റബിൾ സ്റ്റൂ എല്ലാം ഇതിന് നല്ലൊരു കോമ്പിനേഷനാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാ ഞാൻ നിങ്ങൾക്കപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉൾവശം കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.